നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. വളരെ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒന്നായ പേരയ്ക്ക ഇങ്ങനെ മുകളിലോട്ട് വളർന്നു പോയാൽ നമുക്ക് പിച്ചാൻ വളരെ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പരുവാകുമ്പോൾ മുറ്റിയ കമ്പുകൾ ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ അത് ശിഖരങ്ങളായി നമുക്ക് താഴെ നിന്ന് തന്നെ പേരയ്ക്ക പിച്ചാൻ വളരെയേറെ സാധിക്കും. മാമ്പഴ കുടുംബത്തിലെ ഒരു പഴമായ പേരയ്ക്ക് ഗുവ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പേരയ്ക്ക കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ്. കാരണം ഇതിൽ വിറ്റാമിനുകൾ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ, രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള പേരയ്ക്കയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ എ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പേരയ്ക്കയിലും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് പല്ലുവേദന, മോണരോഗങ്ങൾ എന്നിവയെ പ്രതിരോധിക്കാൻ വളരെയേറെ സഹായിക്കും. 80% ജലാംശമുള്ള പേരയ്ക്ക ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എന്നിവയേക്കാൾ പഞ്ചസാരയുടെ അളവ് ഇതിൽ കുറവാണ്. പേരയ്ക്ക നേരിട്ട് കഴിക്കാവുന്നതിനൊപ്പം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ചുമയും കഫക്കെട്ടും ഉള്ളപ്പോൾ പേരയ്ക്കയിലായിട്ട് തിളപ്പിച്ച വെള്ളവും മിക്ക ആൾക്കാരും കുടിക്കാറുണ്ട്. വളരെ ആരോഗ്യമുള്ള പേരയ്ക്ക ഒന്നായെങ്കിലും അതിനായ ദോഷവശങ്ങളുമുണ്ട്. മറ്റ് ദോഷപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിദഗ്ധമായ ഡോക്ടറിൻ്റെ ഉപദേശം തേടി മാത്രമേ ഇത് കഴിക്കാവൂ. രോഗികൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കണം പേരയ്ക്ക കഴിക്കുന്നതിലൂടെ. മിക്ക വീട്ടുകളിലും ഹൈബ്രിഡ് പേരയ്ക്ക നട്ടുപിടിപ്പിക്കാറുണ്ട്. ചെടിച്ചട്ടിയിലായാലും ഡ്രമ്മിലായാലും വീട്ടിൻ്റെ ടെറസിലായാലും. പക്ഷേ അതൊന്നും അതിനേക്കാൾ രുചി ഉള്ളതെന്ന് പറഞ്ഞാൽ നാടൻ പേരയ്ക്ക തന്നെയാണ്. നാടൻ പേരയ്ക്ക നടേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുഴിയെടുത്ത് നല്ല രീതിയിൽ കുമ്മായൊക്കെ ഇട്ട് 15 ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പേരയ്ക്ക യഥാർത്ഥത്തിൽ നടേണ്ടത്. ഇങ്ങനെ കുഴിയെടുത്ത് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത ശേഷം അടിസ്ഥാന വളമായി കാലിവളങ്ങൾ ഉണങ്ങിയത് കൊടുത്താൽ നല്ല രീതിയിൽ വേരോട്ടം കിട്ടി നല്ല രീതിയിൽ പേരയ്ക്ക നല്ല പുഷ്പിക്കും. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് മാത്രമേ ഈ പേരയ്ക്ക നടാവൂ. കഴിക്കുന്നതിലൂടെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പേരയിലയുടെ സത്ത് ആർത്തവ വേദനയുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കും ഒരു പേരയ്ക്ക തൈയൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ കായ്പിച്ച് നമുക്കും പേരയ്ക്ക പിച്ചി കഴിക്കാം. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ രാസലേനികളൊക്കെ തെളിച്ചാണ് വെച്ചേക്കുന്നത്. കാര്യം കൂടുതൽ സമയം ഇരിക്കാൻ വേണ്ടി അവർ അതിൻ്റേതായ കെമിക്കലൊക്കെ ചേർത്താണ് വെച്ചിരിക്കുന്നത് കടകളിൽ. പേരയ്ക്ക തൈകൾ വേണമെങ്കിൽ അടുത്തുള്ള നഴ്സറി കടകളിൽ പോയി അന്വേഷിച്ചാൽ വേണ്ട രീതിയിലുള്ള പേരയ്ക്ക തൈകൾ നമുക്ക് കിട്ടും. ചട്ടിയിലൊക്കെ വളരുന്ന ചൈനീസ് പേരയ്ക്ക തൈകൾ നമ്മുടെ നാട്ടിൽ മിക്ക വണ്ടികളിലും കൊണ്ട് നടന്ന് വിൽക്കാറുണ്ട്. ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.